ഇറങ്ങിയില്ലേ? ഞാൻ എത്താറായി. ആ നീ വാ. ഓക്കെ. ആ ആ എടാ എടാ ഞാൻ 2 ആഴ്ചത്തേക്ക് നാട്ടിലേക്ക് വിട്ടേക്കുവാണേ. താക്കോലിന്ന് വെച്ചേക്കാവോ? എന്നാ എവിടെ നിന്ന് വരുന്നടാ? ചുമ്മാ നമുക്കറിയാവുന്ന ആളാണ് എടാ ഞാൻ ചേട്ടാ. അറിയാതെ. അവന്റെ സ്വഭാവം ഇച്ചിരി മോശം. ഓ. എടാ നീ ഒന്ന് ചേട്ടാ, ചുമ്മാ ഇരി, നീ ഒന്ന് ചേട്ടാ വിട്ടുകളാ. താക്കോല് ഞാൻ വെച്ചേക്കാൻ. ചേട്ടൻ സോറി. ആ സാരമില്ല. എന്നാ എവിടെ നിന്ന് വരുന്നവര്? ഫുഡ് സ്പോട്ടിൽ പോയാൻ ജാക്കറ്റ് എന്തിന്? ഞാൻ എന്തേലും ഇട്ടാ നിനക്ക് നീ എന്തിനു കണ്ട വള്ളിയൊക്കെ കയറി പിടിക്കാൻ പോണേ? ആ താക്കോല് ദേഹത്തൊട്ടിരുന്നേ ഉണ്ടല്ലോ, സ്വഭാവം അറിയാം. ഏട് റൈറ്റ് ചേട്ടന്മാർ റൈറ്റ് പറഞ്ഞു. നീ പറഞ്ഞു വെച്ചിട്ട് ലെഫ്റ്റിലോട്ടാ. ഇതിൽ റൈറ്റ് കാണിക്കുന്നു. ഉറപ്പാണല്ലോ? ആ ഇട്. സ്വഭാവം അറിയാലോ. ഞാൻ നീ ഓടിയില്ലേ? അതിന്റെ ഇത്ര ഓടിച്ചിട്ട് ഫുഡും എല്ലാം കുളത്തിലേക്ക്. സ്വഭാവല്ലേ, അറിയാം അറിയാം. ഒന്ന് സ്ലോ ആയിക്കേ, ഇവിടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ എങ്ങാണ്ടാ? അപ്പൊ കറക്റ്റ് സ്ഥലം അറിയില്ലേ? റീലി കണ്ടാടാ. ആ ബെസ്റ്റ്. നീ ഒന്ന് സൈഡായിക്കേ, നീ ഒന്ന് മൂത്രം ഒഴിക്കണം. കൊറേ നേരമായി ഒഴിച്ചോണ്ടിരിക്കുന്നു. നീ സൈഡാകെ. അടങ്ങടങ്ങ. സൂക്ഷിച്ചു. പോവാം. ഓക്കെ. മച്ചാനെ എന്താ പഞ്ചറായി എന്നാ തോന്നുന്നു കേട്ടാ. പഞ്ചറായി. നാശം. എന്താ? എടാ അതല്ല, നമ്മൾ ടയർ ഷോപ്പല്ലോ, നമ്മൾ എന്ത് ചെയ്യും? നോക്കാം. ഓ ഇവിടെ റേഞ്ചും ഇല്ല. എടാ എടാ എന്ത് ചെയ്യും? എടാ എന്ത് ചെയ്യുമെന്ന്? എടാ വേണ്ട. എടാ ഒന്ന് ചുമ്മാ ഇരി. എടാ ഒന്നും മിണ്ടായില്ല. എന്റെ പൊന്നളിയാ വേണ്ട. എടാ ജസ്റ്റ് ഒന്ന് കൂടെ എന്നാ മതി. അത് പുലിയൊന്നും അല്ല. എന്റെ അളിയ ഒന്ന് ചുമ്മാ ഇരി. ഞാൻ രണ്ടും കൽപ്പിച്ച നിനക്ക് വേണ കൂടെ വരാം. വാടാ.
എടാ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആർക്കും നമ്മുടെ സഹായം വേണമെങ്കിലോ? എടാ എന്താ ഭയങ്കര കാടറാ, പോവാടാ. എന്നാ നിനക്ക് പറ്റത്തില്ല, നീ പോ. എടാ അത് പോടാ. എടാ നിന്റെ ഐഡിയ ഒക്കെ ഉള്ള, നീ എങ്ങനെ അവനോട് എത്തിക്കും? എടാ നമ്മളൊരു ഫുഡ് സ്പോട്ടിൽ പോകണമെന്ന് പറയുന്നു, അവൻ വരും. ഫുഡ് സ്പോട്ട്. ഓ എടാ നീ പറഞ്ഞ കുറ്റിക്കാട്ടിൽ എങ്ങനെ എത്തിക്കും? എടാ മൂത്രമൊഴിക്കാനായിട്ട് നിർത്തുന്നു, കള്ള് വെക്കുന്നു, ടയർ വഞ്ചറും, സ്ഥലത്തെത്തി. നീ പറഞ്ഞ കുറ്റിക്കാട് സിമ്പിൾ. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, കുറച്ച് മൃഗങ്ങളുടെ ശബ്ദം, അവനെ അവള്ളി പിടിച്ചോളൂ. പിന്നെ ആനയുടെയും പുലിയുടെയും ശബ്ദം ഒന്നും എടുത്ത് വെക്കല്ലേ. പിന്നെ കുറച്ചുകൂടെ കുഴപ്പിക്കാനായിട്ട് നിങ്ങളും കൂടെ എന്തേലും ഇട്ടാലോ, അമ്മേ എന്നുമല്ലോ. എടാ അവന് സംശയമൊന്നും തോന്നൂലേ? അത് നിങ്ങൾ പേടിക്കണ്ട, അത് ഞാൻ അവനെ മാക്സിമം തറയും. അയ്യോ അമ്മേ പോലെ എന്നൊക്കെ അവൻ എന്തായാലും വരും. എടാ പിന്നെ നിന്നോടൊരു കാര്യം, അവൻ്റെ സ്വഭാവം അറിയാമല്ലോ, അവന് ഒരുപാട് വെറുപ്പിക്കും. ഓ പിന്നെ അവനെ കൊല്ലൊന്നുമില്ലല്ലോ, ഓടാണെന്ന് പറയാം. എടാ പിന്നെ നീ അവൻ്റെ എൻട്രി കഴിഞ്ഞ് ഉടനെ ഒന്നും വരല്ലോ, ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് പാർട്ടി പോപ്പറൊക്കെ പൊട്ടിച്ച് ഗ്രാൻഡ് എൻട്രി. എപ്പടി? എടാ അതിനവന്റെ എൻട്രി ഞാൻ അറിയണ്ടേ? അത് നീ പേടിക്കണ്ട, ഞാൻ നല്ല ഒച്ചത്തി പോയിക്കോളാം. ഹാപ്പി ബർത്ത്ഡേ! ഹേ 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 ഹേ! നമ്മൾ ആ പയ്യന്മാരുടെ സീനിലെത്തിയിട്ടുണ്ട്. ഒരാളുടെ ഡെത്ത് കൺഫേം ആണ്, ബാക്കി 3 പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്.